ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതിൽ UDF ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. ബാറുകൾ അടച്ചുപൂട്ടാൻ ഇപ്പോൾ തീരുമാനമെടുക്കില്ല. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് ആലോചനയിലില്ലെന്നും ചെന്നിത്തല. മദ്യനയത്തിൽ പ്രതികരണവുമായി VM സുധീരൻ. UDF ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDFും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യം. ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നും VM സുധീരൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിനും നികുതി ഈടാക്കണമെന്നതാണ് LDF നിലപാടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മദ്യമുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത്. സാമ്പത്തിക താൽപര്യം മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കരുത്. മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നും TP രാമകൃഷ്ണൻ. പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യം മാറിയതോടെ രാജ്യത്ത് വാണിജ്യ LPGക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റി കേന്ദ്ര സർക്കാർ. സംഘർഷ സാഹചര്യത്തിന് മുൻപുള്ള സാഹചര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. LPG പ്രതിസന്ധി ഒഴിഞ്ഞതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കുറയുമോ എന്ന പ്രതീക്ഷയോടെ ജനങ്ങൾ. പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തവർ അത് തുടരണമെന്നും കേന്ദ്ര നിർദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന അനുമതിയുമായി ബന്ധപ്പെട്ട ചട്ടത്തിലെ ഭേദഗതി ബക്കാടി കമ്പനിയുടെ ആവശ്യപ്രകാരം 2021 അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് ബക്കാടി കമ്പനി നൽകിയ കത്ത് പുറത്ത്. കേരളത്തിൽ വിൽപ്പന ഇല്ലാത്തതിനാൽ വൻ ഇവന്റുകൾ ഗോവയിലേക്ക് മാറുമെന്ന് ബക്കാടി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം നൽകാനും അടിയന്തരമായി വിശദമായ റിപ്പോർട്ട് നൽകാനും MV ഗോവിന്ദൻ നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയെ ED ചോദ്യം ചെയ്യുന്നു. ഇത് രണ്ടാം തവണയാണ് വീണയെ ED ചോദ്യം ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SFIO കൈമാറിയ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. മൊഴികൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ED പരിശോധിക്കുന്നു. FCRA ചട്ട ഭേദഗതിയിൽ കടുത്ത വിയോജിപ്പുമായി കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഭേദഗതിയെന്നും നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന CPM BJP സംഘർഷത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ 9 BJP കൗൺസിലർമാർക്കും 6 LDF കൗൺസിലർമാർക്കും പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിൽ കയറി നാടകം കളിക്കാൻ CPMനെ അനുവദിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വെനിസ്വേലയിൽ മിനിറ്റുകൾക്കുള്ളിൽ 2 ശക്തമായ ഭൂകമ്പങ്ങൾ. തലസ്ഥാനമായ കാരക്കാസിനെ തകർത്തെറിഞ്ഞ് റിക്ടർ സ്കെയിലിൽ 7.5 വീതം രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. 164 മരണം ഭരണകൂടം സ്ഥിരീകരിച്ചു. 1000-ഓളം പേർക്ക് പരിക്കേറ്റു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ SIT റിപ്പോർട്ടിന് ശേഷവും മെല്ലെപ്പോക്ക് നയവുമായി ഉത്തർപ്രദേശ് സർക്കാർ. ഇതുവരെ കേസെടുക്കാത്തതിൽ വിമർശനം ശക്തമാകുന്നു. കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BHP നേതാക്കളും രംഗത്ത്. അതിനിടെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.